തെരഞ്ഞെടുപ്പ് ഡീൽ ആരോപണത്തിൽ കത്തിക്കയറി ഇന്നും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നേതാക്കൾ. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ബി.ജെ.പിയുടെ ബി ടീമാണെന്ന ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു. രാഹുലിനെ വിമർശിച്ച് പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്കിൽ കയറാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തിരിച്ചടിച്ചു. ഡീലിനല്ല, ജയിക്കാനാണ് വന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. നേമത്തും തൃശൂരിലും ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറക്കാൻ സൗകര്യമൊരുക്കിയത് കോൺഗ്രസ് എന്ന വിമർശനം ഇന്നും മുഖ്യമന്ത്രി ഉന്നയിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരായ വിമർശനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു. രാഹുൽ ഗാന്ധി ഈ അഖിലേന്ത്യാ നേതാവാണ്. പക്ഷേ സാധാരണ പ്രാദേശിക നേതാവിൻ്റെ പ്രാദേശിക പ്രവർത്തകൻ്റെ കാര്യവിവരം പോലും ഇല്ല എന്നാണ് വസ്തുത. കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. ഗുരുവായൂരിൽ CPIM ബി.ജെ.പി ഡീലെന്ന മുസ്ലിം ലീഗ് നേതാവ് KN ഖാദറിന്റെ ആരോപണം മുഖ്യമന്ത്രി തള്ളി. ബി.ജെ.പിയുടെ ഗുഡ് ബുക്കിൽ കയറാനാണ് മുഖ്യമന്ത്രിയുടെ വിമർശനമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ തിരിച്ചടി. പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നത്, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മോശമായ പരാമർശം നടക്കുന്നത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഗുഡ് ബുക്കിൽ കയറാൻ വേണ്ടിയിട്ടാണ്. കാരണം കുറേ കേസുകൾ വെച്ച് അവർ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. തൃശ്ശൂരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കരുവന്നൂർ ബാങ്ക് വെച്ച് ED-യെ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തതുപോലെ ഇപ്പൊ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. CPIM ബി.ജെ.പി ഡീലിന്റെ പ്രഭവ കേന്ദ്രം തൃശൂർ എന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24-നോട് പറഞ്ഞു. ഡീലിനല്ല, ജയിക്കാനാണ് വന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജനങ്ങളുടെ മാറിയ ഒരു മനോനില, ഒരു മൈൻഡ് സെറ്റ്, ഒരു വോട്ടിംഗ് മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. അവരതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ വഴിയെ ചിന്തിക്കാതിരിക്കാനുള്ള ചില ചെപ്പടി വിദ്യകളുമായിട്ടാണ് ഈ വാക്കുകളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഡീലിന് ഞാൻ പീലിന്റെ വിലയെ കൽപ്പിക്കുന്നുണ്ട്. ഡീൽ ആരോപണം സഹായിക്കുന്നത് ബി.ജെ.പി ആണെന്ന് കാഞ്ഞിരപ്പള്ളിയിലെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ ജോർജ് കുര്യനും പ്രതികരിച്ചു. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.